കേരളം കഴിഞ്ഞ കുറേ കാലമായി വലിയ തോതിലുള്ള രാസലഹരിയുടെ പിടിയിലാണ്. നമ്മുടെ പുതിയ തലമുറ അറിഞ്ഞോ അറിയാതെയോ ഇതിൻ്റെ കെണിയിൽ അകപ്പെട്ടിരിക്കുക. അവരെ അതിൽ നിന്ന് മോചിപ്പിക്കാനൊരു ദൗത്യമാണ് ഓപ്പറേഷൻ തുഫാൻ ദ നർക്കോ ഹണ്ട് എന്ന പദ്ധതി. അത് എല്ലാവരും ഏറ്റെടുക്കണം. അത് പോലീസ് മാത്രമല്ല, പോലീസ്, എക്സൈസ്, വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെൻറ്റ്, ആരോഗ്യ ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാം ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ പരിപാടി വിജയിക്കണമെങ്കിൽ ജനങ്ങൾ മുന്നോട്ട് വരണം. അതിനകത്ത് കക്ഷി രാഷ്ട്രീയമില്ല. ഭാവി തലമുറയെ രക്ഷിക്കാനുള്ള ഈ ഒരു വലിയ ദൗത്യത്തിൽ എല്ലാവരും പങ്കാളികളാകണം. ഞാൻ മന്ത്രിയാകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്കറിയാം, 14 ജില്ലകളിലും ഈ ഒരു വാക്കത്തോൺ സംഘടിപ്പിക്കുകയുണ്ടായി. തൃശ്ശൂരിൽ വാക്കത്തോൺ ഉണ്ടായി. അന്ന് ആയിരക്കണക്കിന് ആളുകൾ ഇതിൽ പങ്കെടുത്തു. അപ്പോൾ നമ്മുടെ ജനങ്ങളുടെ ഒരു ആഗ്രഹമാണ്, ആവശ്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ അമ്മമാരും കാത്തിരിക്കുന്ന, കുട്ടികളെ കാത്തിരിക്കുന്ന അമ്മമാരുടെ ധാരാളം അഭ്യർത്ഥനകൾ എനിക്ക് വ്യക്തിപരമായി ലഭിച്ചിട്ടുണ്ട്, ഗവൺമെൻറ് ലഭിച്ചിട്ടുണ്ട്. അവരുടെ വേദനകളും പ്രയാസങ്ങളും കൂടി കണ്ടുകൊണ്ടാണ് ഭാവി തലമുറയെ ഇതിൽ നിന്ന് മോചിപ്പിക്കാനൊരു ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത്. ഇതിന് 2 ആസ്പെക്റ്റാണുള്ളത്. ഒന്ന് ബോധവൽക്കരണം, 2 ശക്തമായ നിയമ നടപടികൾ. ഇത് രണ്ടും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോയി. ഞങ്ങൾ ആഭ്യന്തര വകുപ്പ് എടുത്തിരിക്കുന്നത് ഓപ്പറേഷൻ തുഫാൻ്റെ 3 പ്രോഗ്രാംസാണ്. 1 ബോധവൽക്കരണം, 2 തുഫാൻ വാരിയേഴ്സ്. കേരളം മുഴുവൻ സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റുകളും സന്നദ്ധ സംഘടനകളെയും അതിൻ്റെ പ്രതിനിധികളെയും തുഫാൻ വോളണ്ടിയേഴ്സാക്കി മാറ്റുന്നു. ജനങ്ങൾക്കെല്ലാം തുഫാൻ വോളണ്ടിയേഴ്സ് ആകാം. ഞങ്ങളെല്ലാവർക്കും അവർക്ക് ബാഡ്ജ് കൊടുക്കുന്നുണ്ട്, തുഫാൻ വോളണ്ടിയേഴ്സ്. 3ാമത്തേത് തുഫാൻ കെയർ. ഇതിന് അഡിക്റ്റായിട്ടുള്ള ആളുകൾ, അവർക്ക് റീഹാബിലിറ്റേഷൻ അടക്കം, ചികിത്സയടക്കം നൽകാനുള്ള പദ്ധതി. അപ്പോൾ ഇങ്ങനെ 3 പദ്ധതികളാണ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നത്. ഇന്ന് അതൊരു വലിയ വിജയമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. കാരണം നമ്മുടെ സമൂഹത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും ഗുരുതരമായ ഒരു പ്രശ്നമാണ് ഇതെന്ന തിരിച്ചറിവ് കേരളത്തിലെ ചെറുപ്പക്കാർ, ജനങ്ങൾക്ക് പൊതുവെയുമുണ്ട്. അപ്പോൾ അതിനെ വിജയിപ്പിക്കാൻ എല്ലാവരും മുന്നോട്ട് വരണം. ഇന്ന് തൃശ്ശൂർ കോർപ്പറേഷനെ ഞാൻ അഭിനന്ദിക്കുന്നു. ഇന്ന് അവർ MLA ഞാനും കൂടി പോയി. ഇന്നിപ്പോൾ അവിടെ വൈസ് ചെയർമാൻ ഉണ്ടായിരുന്നു. തുഫാൻ ഗോൾസ് ഇല്ലേ, തുഫാൻ ഗോൾ കിക്ക് ഇന്ന് ഉദ്ഘാടനം ചെയ്തു. ഇന്ന് കോർപ്പറേഷൻ നേതൃത്വത്തിൽ തൃശ്ശൂരിലെ എല്ലാ സ്ഥലങ്ങളിലും ഇത്തരം പ്രവർത്തനങ്ങൾക്കെതിരെ ബോധവൽക്കരണവും മറ്റ് റെയ്ഡുകളും ഒക്കെ അവർ നടത്തുന്നുണ്ട്. പക്ഷേ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, പോലീസിൻ്റെ നടപടി കൊണ്ട് മാത്രമാകുന്നില്ല, എല്ലാവരും മുന്നോട്ട് വരണം. കേരളത്തെ ലഹരി വിമുക്ത സംസ്ഥാനമാക്കണം. കേരളത്തെ ഈ ഇത്തരം രാസലഹരിയിൽ നിന്ന് മോചിപ്പിക്കണം. അതിന് മാധ്യമങ്ങളുടെ സഹകരണം പരമാവധി ലഭിക്കുന്നുണ്ട്. എല്ലാവരും അതിനുവേണ്ടി സഹകരിക്കണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന.